സംസ്ഥാനത്ത് നിന്നുള്ള ആശുപത്രി മാലിന്യങ്ങൾ തിരുനെൽവേലിയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നടപടിക്കൊരുങ്ങി സർക്കാർ. ആർസിസിയിലെ പൊതുമാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് കരാറെടുത്തിരുന്ന സുനേജ് ഇക്കോസിസ്റ്റംസ് കമ്പനിക്കെതിരെ നിയമ നടപടി ഉടനുണ്ടാകുമെന്നാണ് വിവരം. മാലിന്യ നീക്കത്തിന് തമിഴ്നാട് സർക്കാരിന്റെ ഇടപെടലുണ്ടായതിനു പിന്നാലെ കരാർ കമ്പനി സംസ്ഥാന സർക്കാരിന് വിശദീകരണം നൽകിയിരുന്നെങ്കിലും അത് തൃപ്തികരമല്ലെന്ന കണ്ടെത്തലിലാണ് നടപടിക്കൊരുങ്ങുന്നത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കരാർ കമ്പനിക്ക് നഗരസഭയും നോട്ടീസ് നൽകി. ആർസിസിയിലെ പൊതുമാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് പുറമെ തിരുവനന്തപുരം നഗരസഭയിലെ മാലിന്യ ശേഖരണത്തിന്റെ കരാറും സുനേജ് എക്കോസിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കാണ്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഇതേ സ്വകാര്യ കമ്പനി തന്നെ. ആർസിസിയുടെ പേരിലുള്ള ലെറ്റർ പാഡുകളും രോഗികളുടെ വിവരങ്ങളും തിരുനെൽവേലിയിലെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾക്കൊപ്പം കണ്ടെത്തിയതിന് പിന്നാലെയാണ് കരാർ കമ്പനിയോട് വിശദീകരണം ആവശ്യപ്പെട്ടത്. വീഴ്ചയുടെ നിയമപരമായ ഉത്തരവാദിത്തം കമ്പനിക്കാണെന്ന് വിശദീകരണക്കുറിപ്പിൽ പരാമർശമുണ്ട്. ഇതോടൊപ്പം ഉപകരാറുകാരുടെ പട്ടികയും കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റേതെങ്കിലും ആശുപത്രികളിൽ നിന്ന് ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സുനേജ് ശേഖരിക്കുന്നുണ്ടോ എന്നതിൽ അവ്യക്തത തുടരുകയാണ്. ആർസിസിയിലെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് IMAയ്ക്ക് കീഴിലുള്ള ഇമേജ് എന്ന ഏജൻസിയാണെന്നിരിക്കെ സുനേജിന്റെ മാലിന്യ ശേഖരണത്തിൽ ഇവ എങ്ങനെ ഉൾപ്പെട്ടു എന്നതിലും ദുരൂഹതയുണ്ട്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും വിജിലൻസും നടത്തുന്ന അന്വേഷണത്തിലെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും കരാർ കമ്പനിക്കെതിരായ തുടർ നടപടികൾ. സങ്കീർണ രോഗങ്ങൾക്ക് വഴിവെക്കുന്ന ആശുപത്രി മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ സുതാര്യത ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സർക്കാരിന് അടിയന്തരമായി കത്ത് നൽകുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ആ കമ്പനിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയായിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ സുനേജ് എക്കോസിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ അനാസ്ഥ സംഭവിച്ചിരിക്കുന്നു, വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. പക്ഷേ ഇപ്പോഴും ഒരു വ്യക്തത കൈവരാത്തത് ഇമേജ് എന്ന ഏജൻസി ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉൾപ്പെടെ മുഴുവൻ വേസ്റ്റുകളും QR കോഡ് സംവിധാനമുള്ള ക്യാരി ബാഗുകൾ ഉപയോഗിച്ചാണ് ഇവിടെ നിന്ന് പാലക്കാട്ടെ അവരുടെ പ്ലാന്റിലേക്ക് മാറ്റുന്നത് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ സർക്കാരിനെ RCC ബോധിപ്പിച്ചിരുന്നു. പിന്നെ എങ്ങനെ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകളും RCCയുടെ പേരിലുള്ള ലെറ്റർ പാഡുകളും രോഗികളുടെ വിവരം അടങ്ങിയ കാര്യങ്ങൾ ഈ തിരുനെൽവേലിയിലെ മാലിന്യ കൂമ്പാരത്തിൽ മാലിന്യ ശേഖരത്തിനൊപ്പം വന്നു എന്നത് സംബന്ധിച്ച കൃത്യമായൊരു വിവരം തരാൻ, കൃത്യമായൊരു വിശദീകരണം തരാൻ ഈ ഏജൻസിക്കും കഴിയാത്ത ഒരു പശ്ചാത്തലമുണ്ട്. അവിടെയാണ് ഇവർ നൽകിയിരിക്കുന്ന വിശദീകരണക്കുറിപ്പിൽ ഉപകരാറുകാരെ കുറിച്ച് പരാമർശിക്കുന്നത്. അതായത് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് അത് സ്ക്രാപ്പേഴ്സിന് കൊടുക്കുന്ന, അല്ലെങ്കിൽ അത് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ വിവിധ ഏജൻസികളുണ്ട്, വലിയ വൻകിട ബിസിനസ് ലോബികളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ആശുപത്രിയിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ രഹസ്യമായി സമാന്തരമായി കൈമാറാനുള്ള നീക്കം അധിക ലാഭത്തിനു വേണ്ടി ഉപകരാറുകാർ നടത്തിയിട്ടുണ്ടായേക്കാം എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ വിശദമായ അന്വേഷണം നടക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും RCC ഉൾപ്പെടെയുള്ള ആശുപത്രികൾ ഈ കരാർ നൽകിയിരിക്കുന്നത് 2 കമ്പനികൾക്കാണ്. അതായത് ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഇമേജ് എന്ന ഏജൻസി, അത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് കീഴിലുള്ള ഏജൻസിയാണ്. കൃത്യമായി സംസ്ഥാന സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ, സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡങ്ങളൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണിത്. അതോടൊപ്പം സുനേജ് എക്കോസിസ്റ്റം സൊല്യൂഷൻസിനാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ പൊതു മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാർ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെയും അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേനയുടെയും ഒക്കെ മാലിന്യ ശേഖരണവും അവരിലേക്ക് തന്നെയാണ് എത്തുന്നത്. അപ്പോൾ അങ്ങനെ വിപുലമായ തരത്തിൽ ഇവിടെ മാലിന്യ ശേഖരണത്തിന് നേതൃത്വം നൽകുന്ന ഒരു കരാർ കമ്പനിയാണ് അവർ. അവരുടെ ഭാഗത്ത് നിന്ന് മറ്റേതെങ്കിലും ആശുപത്രിയിൽ നിന്ന് ഇങ്ങനെ ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ രഹസ്യമായി എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിശദമായ അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിജിലൻസും അതോടൊപ്പം തന്നെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കമ്പനിക്കെതിരെ തുടർ നടപടികൾ ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ നൽകിയിരിക്കുന്ന വിശദീകരണക്കുറിപ്പിൽ തൃപ്തരല്ല എന്ന് RCC നേതൃത്വം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. സർക്കാരും അതേ നിലപാടിൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് തിരുവനന്തപുരം നഗരസഭ ഈ കമ്പനിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് സൂചന.